കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് പറയാൻ പോകുന്നത് കർക്കടക മാസം, അതായത് രാമായണ മാസം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ കർക്കടകം ആരംഭിക്കുന്നതിന് മുൻപേ തുടങ്ങണം ആ കർക്കടക മാസം വരുന്നതിന് ഉള്ള ഒരുക്കങ്ങൾ. കർക്കടക സംക്രമ ദിവസം വൈകുന്നേരം നടക്കുന്ന ശരിക്കും ചേട്ടയെ കളയൽ എന്നുള്ള ഒരു ചടങ്ങ്, അതായത് മിഥുന മാസത്തിലെ അവസാന ദിവസത്തിന് മുൻപ് വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ട് ശുദ്ധി വരുത്തും. അടിച്ചു വാരിയ കുപ്പയും എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ട് ഒരു ഭാഗത്ത്, അതായത് നമ്മളെ വീടിനൊക്കെ കുറേ അപ്പുറത്ത് കൊണ്ടുപോയിട്ട്, അതായത് പടിയുടെ പുറത്ത്. അപ്പോൾ എല്ലാതും വീട്ടിൽ നിന്ന് വൃത്തിയാക്കിയ ശുദ്ധിയാക്കിയ സാധനം, കുറച്ച് വെള്ളം തളിച്ചിട്ടൊക്കെ ശുദ്ധിയാക്കിയ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു കട കൂവ, അതേപോലെ ഒരു കട ചേമ്പ്, ഒരു കുറ്റിച്ചൂല്, പിന്നെ 3 ഉരുള ചോറ്, അതിന് കറുപ്പ്, മഞ്ഞ, വെള്ള, പിന്നെ അതേപോലെ പച്ച പ്ലാവിലെ കുമ്പിളിലെ 4 തിരികൾ തുടങ്ങിയവയൊക്കെ എടുത്ത് ചേട്ടാ ഭഗവതിയുടെ പൂജാവസ്തുക്കൾ ഇവയെല്ലാം കൂടി ഒരു പഴയ കുട്ടയിലോ മുറത്തിലോ ഒക്കെ വെച്ച് വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു അംഗം അല്ലെങ്കിൽ വേലക്കാരിയൊക്കെ ആണെങ്കിൽ തലയിലേറ്റി വിളക്കിന് പിന്നിലായി വീട് മുഴുവൻ കയറി ഇറങ്ങും. പിന്നിൽ കുട്ടികൾ ചേട്ട പോ, ചേട്ട ഭഗവതി പുറത്ത്, ശ്രീ അകത്ത്, ശ്രീ ഭഗവതി അകത്ത് എന്നൊക്കെ വായ്ത്താരികൾ ഉണ്ടായിരുന്നു മുൻപ്. ഇപ്പോഴും അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. അതുപോലെ പിളർത്തിയ വാഴയണ അങ്ങനെ അടിച്ച ശബ്ദം ഉണ്ടാവും. അങ്ങനെ വാതിലുകളൊക്കെ ജനലൊക്കെ അടച്ചിട്ട് ശബ്ദമുണ്ടാക്കിയിട്ട്, അതായത് ചേട്ടാ ഭഗവതിയെ പുറത്തേക്ക് കളയുകയാണ്. അങ്ങനെ വീടിൻ്റെ പിന്നിലൂടെ ഇറങ്ങിയിട്ട് താമസ സ്ഥലത്തെ 3 പ്രദക്ഷിണം വെച്ചിട്ട് പടി ഇറങ്ങി അശ്രീകര വസ്തുക്കളെല്ലാം ദൂരെ വിജന സ്ഥലത്ത് കളഞ്ഞു മിണ്ടാതെ കുളിച്ചു പോരുന്നു. തിരിച്ചു വരുന്ന ആളെ വീട്ടുകാർ വിളക്ക് കൊളുത്തി ശ്രീഭഗവതിയെ വരവേൽക്കുന്നു എന്ന സങ്കല്പത്തോടെ സ്വീകരിക്കും. ചില പ്രദേശങ്ങളിലൊക്കെ മണ്ണുരുട്ടി മുക്കുറ്റിയും മറ്റും പുരപ്പുറത്ത് നടും. പിന്നെ കർക്കിടമാസം 1-ാം തീയതി ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിലോ മറ്റൊക്കെ വൃത്തിയാക്കും. അതായത് ഈ പ്രാവശ്യം വരുന്ന 2025 കർക്കിടമാസം വരുന്നത് ജൂൺ 17-നാണ്. തുടർന്ന് ശ്രീബോധിക്ക് വയ്ക്കും, അതായത് ദശപുഷ്പങ്ങൾ വയ്ക്കും. പൂവാങ്കുറുന്തില, മുയൽ ചെവിയൻ, കറുക, നിലപ്പന, കഞ്ഞുണ്ണി, വിഷ്ണുക്രാന്തി, ചെറുള, തിരുതാളി, ഉഴിഞ്ഞ മുക്കുറ്റി, അതേപോലെ അഷ്ടമംഗല്യം, ആവണപ്പലക, കിണ്ടിയിൽ വെള്ളം, ഗ്രന്ഥം, അലക്കിയ മുണ്ട്, ചാന്ത്, സിന്ദൂരം, കൺമഷി, അരി, നെല്ല്, ചന്ദനമുട്ടി, ചാണ, ഭസ്മം, വാൽക്കണ്ണാടി, താമ്പൂലം, ഇതെല്ലാം ശ്രീഭഗവതിക്ക് വയ്ക്കുന്നതിലുണ്ടാവും. കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വയ്ക്കും. ശ്രീഭഗവതിയെ വാൽക്കണ്ണാടിയായി സങ്കല്പിച്ച് പൂജ നടത്തും. അങ്ങനെ രാമായണ പാരായണം തുടങ്ങുന്ന ആ സമയത്ത് വേണമെങ്കിൽ 2 നേരവും പ്രാർത്ഥിക്കാം. അതേപോലെ എല്ലാ ദിവസവും കിണ്ടിയിലെ വെള്ളം മാറ്റി പുതിയ ദശപുഷ്പങ്ങളും കൊണ്ടുവയ്ക്കും. സ്ത്രീകൾ മുടിയിൽ മുക്കുറ്റി ചൂടുന്നതും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മുക്കുറ്റി ചാന്ത് തൊടുന്നതും അതിവിശേഷമാണ്. അതുപോലെ കർക്കിടകത്തിലെ 30 ചൊവ്വാഴ്ച 10 ഇല, അതായത് 10 ഇല വെച്ച് കഴിക്കുക എന്നുള്ളതാണ്. ചേമ്പ്, ചേന, മത്തൻ, കുമ്പളം, പയർ, വാഴയ്ക്ക, ചാത്തൻ, നെയ്യുണ്ണി, കാതുകിണുക്കി, കരിങ്കൊടി, തഴുതാമ ഉപ്പേരി വെച്ച് കഴിക്കും. അതൊരു ശീലമായിരുന്നു പണ്ടത്തെ, ഇപ്പോഴും അത് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ കർക്കിടകത്തിലെ 30 വെള്ളിയാഴ്ച തവിട്ടട പുട്ടുണ്ടാക്കിയിരുന്നു. വെള്ളിലത്താളി തേച്ച് കുളിച്ച് മൈലാഞ്ചി ഇടുന്നതും കർക്കിടകത്തിലെ ആ ഒരു വിശേഷമാണ്. കർക്കിടക മാസം മധ്യത്തിലെ മുക്കുടി സേവയും ഔഷധക്കഞ്ഞി കഴിക്കലുമൊക്കെ ഇപ്പോൾ, അതായത് പണ്ട് വളരെ കൂടുതലുണ്ടായിരുന്നു, ഇപ്പോഴും അതൊക്കെ ചെയ്താൽ നല്ലതാണ്. ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആയുർവേദ ചികിത്സയും ഉഴിച്ചിലും ധാരയൊക്കെ ഈ മാസത്തിൽ
വളരെ ചിട്ടമായിട്ട് ചെയ്യുന്നത്. കാരണം കർക്കിടത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് ശരീരത്തിൽ പിടിക്കുമെന്നാണ് പണ്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ ഔഷധക്കഞ്ഞി കിറ്റ് കിട്ടും. ഇങ്ങനെ അത് നമുക്ക് പോയി കിട്ടാൻ സാധ്യത ഗ്രാമങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ ഈ സാധനങ്ങളൊക്കെ. പിന്നീട് വരുന്ന കർക്കിടത്തിൽ മറ്റൊരു വിശേഷമാണ് ഇല്ലന്നിറ. അതായത് തൊട്ടടുത്ത ക്ഷേത്രത്തിലൊക്കെ ഗുരുവായൂർ പ്രധാനമാണ്. ശുഭമുഹൂർത്തത്തിൽ നടക്കുന്ന നിറയുടെ ഭാഗങ്ങളായിട്ടുള്ള കതിരുകൾ വീടുകളിലേക്ക് നിറ ഇല്ലന്നിറ വല്ലന്നിറ എന്നൊക്കെയുള്ള വായ്ത്താരികളായിട്ട് നമ്മൾ എതിരേറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് മാവണിഞ്ഞ ആവണിപ്പലകയിൽ നാക്കിലയിൽ വെച്ച് പൂജിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ അതായത് കയറി വരുന്ന വീടിൻ്റെ വാതിലിൻ്റെ മുന്നിലൊക്കെ കെട്ടി ഇങ്ങനെ തൂക്കും. അതേപോലെ 10 ഇനം മരങ്ങളുടെ ഇല്ലി, നെല്ലി, ചുണ്ട്, കടലാടി, ആല്, മാവ്, പ്ലാവ്, ഇലഞ്ഞി, വെള്ളിപ്പാല, കരിങ്കൊടി, കമ്പോട് കൂടിയ ഇലക്കെട്ടുകളൊക്കെ ഇട്ടാണ് ചുട്ട അട നിവേദിക്കും. പൂമുഖം മുതൽ അടുക്കള വരെയുള്ള ഇടനാഴികളിലെയും മുറികളിലെയും വാതിൽ കട്ടിലുകളും മറ്റും അരിമാവ് കൊണ്ടണിയും. ആലിലയിൽ ചാണകമുരുളി ഉരുളാക്കി കതിരുകൾ വാതിൽ കട്ടിലകളിൽ ഒട്ടിച്ചു വയ്ക്കും. ശിഖരങ്ങളോട് കൂടിയ 10 ഇനം ഇലകൾ പൂമുഖത്തെ തൂണിലോ വീടിൻ്റെ മുന്നിലെ മരത്തിലോ ചേർത്ത് കെട്ടിവെക്കും. വർഷം മുഴുവൻ വീടിന് അലങ്കാരമായി നിൽക്കുന്ന നെൽക്കതിരുകൾ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. പിന്നെ ഇല്ലനിറയെ തുടർന്ന് പുതിയതായി കൊയ്തെടുത്ത നെല്ല് കൊണ്ടുണ്ടാക്കിയ പുത്തരിച്ചോറും പുതിയ കാർഷിക വിഭവങ്ങളൊക്കെ ഇട്ട് ഒരുക്കുന്ന പുത്തരി സദ്യയൊക്കെ പുത്തരി പായസമൊക്കെ വളരെ പ്രാധാന്യമാണ്. പിന്നെ കർക്കിടകത്തിൽ കറുത്ത വാവിൻ്റെ പിതൃസ്മൃതിക്കായിട്ട് അനുഷ്ഠിക്കുന്ന വാവുബലി വളരെ സുഹൃത്തമായ ചടങ്ങാണ്. വാവിന് തലേ ദിവസം വ്രതനിഷ്ഠ പാലിച്ച് വാവിന്നാൽ പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് ഈറിനോടെ പിതൃക്കളുടെ ആത്മശാന്തിക്കും മോക്ഷത്തിനുമായി പുണ്യക്ഷേത്രങ്ങളിലൊക്കെ ബലി നടത്തും. പിന്നെയുള്ളത് നാലമ്പല ദർശനമാണ്. അത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ആയിട്ട് നടത്താറുണ്ട്. പിന്നെ രാമായണ മാസത്തിൽ നിത്യവും രാമായണം പാരായണം ചെയ്യുക. അതുപോലെ വെജിറ്റേറിയൻ ഭക്ഷണം നിഷ്ഠയാക്കുക. അതായത് രാമായണ മാസത്തിലെ സൂര്യോദയം വരുന്നത് 2025 ജൂലൈ 17 രാവിലെ 5:55. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയം 7:10. ഒരുപാട് ദൈർഘ്യമുണ്ട്. കർക്കിടക ആരംഭം ജൂലൈ 17-നാണ്. പിന്നെ കർക്കിടക അവസാനിപ്പിക്കുന്നത് ഓഗസ്റ്റ് 16-നാണ്. അമാവാസി തിഥി വരുന്നത് ജൂലൈ 24-ന് പുലർച്ചെ 2:29. അമാവാസി തിഥി അവസാനം വരുന്നത് ജൂലൈ 25 രാവിലെ 12:41 ആ സമയത്താണ്. സാധാരണയായിട്ട് കർക്കിടമാസം പഞ്ഞമാസം എന്നാണ് അറിയപ്പെടുക. ആ സമയത്ത് മംഗളകാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതായത് വിവാഹം, പുതിയ ബിസിനസ് അതൊന്നും തുടങ്ങാറില്ല. പക്ഷേ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ആ സമയത്തും ഇടയ്ക്ക് കല്യാണങ്ങൾ ഉണ്ടാവാറുണ്ട്. രാമായണ പാരായണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുന്നതുണ്ട്. രാവിലെ തുടങ്ങിയിട്ട് സൂര്യാസ്തമയത്തിന് ശേഷം തീരത്തക്കവണ്ണം അവസാനിപ്പിക്കാം. എത്ര താമസിച്ചാലും കുഴപ്പമില്ല. നട്ടുച്ചയ്ക്ക് ചെയ്യരുത്. അതേപോലെ ത്രിസന്ധ്യയ്ക്ക് വായിക്കരുത്. പ്രഭാതത്തിൽ അതായത് ഉഷസന്ധ്യയ്ക്ക് വായിക്കാൻ പാടില്ല. കാരണം ആ സമയത്ത് രാമായണം എവിടെയാണോ വായിക്കുന്നത് അവിടെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവുന്ന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമജപം മുടങ്ങും. അത് നമ്മൾ കാരണം മുടക്കണ്ട എന്നുള്ളതാണ് അത് പറയാൻ കാരണം. കാരണം എവിടെ രാമായണം വായിക്കുന്നുവോ അവിടെ എല്ലാം ശ്രീ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ്. മാക്സിമം അക്ഷരശുദ്ധിയോട് കൂടി വേണം രാമായണം പാരായണം ചെയ്യാൻ. ഈ സമയം മനസ്സ് ഏകാഗ്രമാക്കണം. വടക്കോട്ട് ഇരുന്നായിരിക്കണം രാമായണ പാരായണം നടത്തേണ്ടത്. അതേപോലെ ശ്രീരാമ പട്ടാഭിഷേക ചിത്രമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രീരാമൻ്റെ ചിത്രത്തിൻ്റെ മുൻപിൽ വിളക്ക് തെളിയിച്ച ശേഷമാണ് പാരായണം ചെയ്യേണ്ടത്. വെറും നിലത്ത് വെച്ചിട്ട് രാമായണം പാരായണം ചെയ്യരുത്. പരിശുദ്ധമായ പീഠത്തിലോ ഉയർന്ന സ്ഥലത്തോ ആയിരിക്കണം രാമായണം വയ്ക്കണം. കേടുപാടുകളില്ലാത്ത രാമായണം
ആണ് പാരായണത്തിന് ഏറ്റവും നല്ലത്. അതുപോലെ നാലമ്പല ദർശനം വളരെ പുണ്യമാണ്. അതിനെ പറ്റിയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയാം. കാരണം 2 തരത്തിൽ ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂർ തൊട്ടിട്ട് കോട്ടയം വരെ കിടക്കുന്ന ഒരു നാലമ്പല ദർശനം, അതുപോലെ അങ്ങാടിപ്പുറം, അതായത് മലപ്പുറം ജില്ലയിലുള്ള അവിടെ തന്നെ 4 ക്ഷേത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു നാലമ്പല ദർശനവും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ കൂടി എല്ലാവരും ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷ്ണ ഗുരുവായൂരപ്പ. 1-ാം തീയതി മുതൽ, കർക്കിടക 1-ാം തീയതി മുതൽ തന്നെ എല്ലാവർക്കും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.